പരിശുദ്ധമായ ഹജ്ജിനെ പറ്റിയുള്ള വിവരണമാണ്. പ്രത്യേക ആമുഖങ്ങളൊന്നും കൂടാതെ അല്ലാഹു നേർക്ക് നേരെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നു. ഈ ആയത്തിൽ അല്ലാഹു തആല രണ്ട് കൽപ്പനകളാണ് നടത്തിയിരിക്കുന്നത്. വഅതിമ്മുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്. ഹജ്ജും ഉംറയും സമ്പൂർണമായി നിർവഹിക്കുക അല്ലാഹുവിന് വേണ്ടി മാത്രമായി നിർവഹിക്കുക. സമ്പൂർണമായി നിർവഹിക്കുക എന്നതിൻ്റെ വിവരണം അടുത്ത വചനത്തിൽ അല്ലാഹു വിശദീകരിക്കുന്നുണ്ട്. കഴിവിൻ്റെ പരമാവധി സമ്പൂർണമാക്കുക എന്നതാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. എന്നാൽ അല്ലാഹുവിന് വേണ്ടി മാത്രമായി നിർവഹിക്കണം എന്ന നിയമത്തിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഖ്ലാസിന്, ഉദ്ദേശശുദ്ധിക്ക് വലിയ ഗൗരവം കൽപ്പിക്കുന്നു. ഈ കൽപ്പന ഹജ്ജിനെയും ഉംറയെയും കുറിച്ചാണെങ്കിലും എല്ലാ നന്മകളുടെ വിഷയത്തിലും ഈ രണ്ട് കൽപ്പനകളുണ്ട്. നിങ്ങൾ ചെയ്യുന്ന നന്മകൾ കഴിവിൻ്റെ പരമാവധി സമ്പൂർണമായിരിക്കണം. ഹജ്ജ്, ഉംറ, നമസ്കാരം, നോമ്പ്, ദാനധർമ്മങ്ങൾ, ദിക്ർ, ദുആ, പ്രബോധനം, അധ്യാപനം, എല്ലാ കാര്യങ്ങൾക്കും ഈ കൽപ്പന ബാധകമാണ്. എന്നാൽ ഹജ്ജിന്റെ വിഷയത്തിൽ ഈ കൽപ്പന കൂടുതൽ ഗൗരവമുള്ളതാണ്. കാരണം ഒരു മനുഷ്യൻ 100 ഹജ്ജ് ചെയ്താലും ശരി, അവൻ്റെ ഹജ്ജ് ഹജ്ജത്തുൽ ഇസ്ലാം ആദ്യത്തെ ഹജ്ജാണ്. ബാക്കിയുള്ള 99 ഹജ്ജുകൾ ഒന്നുകിൽ മറ്റുള്ളവരുടെ ഭാഗത്ത് നിന്നുമായിരിക്കും, അല്ലെങ്കിൽ ഐച്ഛികമായതായിരിക്കും. അതുപോലെ ഹജ്ജിൻ്റെ വേറൊരു പ്രത്യേകത, ഇതിൽ ഗുരുതരമായ വീഴ്ചകൾ വന്നാൽ പരിഹാരം വളരെ ബുദ്ധിമുട്ടാണ്, വളരെ ഗൗരവതരമാണ്. വഅതിമ്മുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്. അതുകൊണ്ട് നിങ്ങൾ ഹജ്ജും ഉംറയും കഴിവിൻ്റെ പരമാവധി പരിപൂർണമാക്കുക. എന്നാൽ രണ്ടാമത്തെ കൽപ്പന, അതിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല, അല്ലാഹുവിന് വേണ്ടി മാത്രം നിർവഹിക്കുക. അലാ ലില്ലാഹി ദീനുൽ ഖാലിസ്. അറിയുക, ആരാധനകൾ പരിശുദ്ധമായ നിലയിൽ അല്ലാഹുവിന് മാത്രമാകും. എല്ലാവിധ ബഹുദൈവാരാധനകളിൽ നിന്നും, പങ്കുചേർക്കലുകളിൽ നിന്നും, ദുരുദ്ദേശങ്ങളിൽ നിന്നും ആരാധനകളെ പരിശുദ്ധമാക്കണം. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരളി, ആരെങ്കിലും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നമസ്കരിച്ചാൽ, ദാനധർമ്മം ചെയ്താൽ, നോമ്പ് പിടിച്ചാൽ അവൻ ശിർക്ക് വെച്ചവനായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരളി, എനിക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യം വേറെ ആർക്കെങ്കിലും വേണ്ടി പേരിനും പെരുമയ്ക്കുമായി ആരെങ്കിലും നിർവഹിച്ചാൽ ഞാൻ അവനെയും അതുപോലെ തന്നെ അവൻ പ്രവർത്തിച്ച നന്മയെയും
വിടുന്നതാണ്. നിങ്ങൾ ആർക്ക് വേണ്ടിയാണോ നന്മ പ്രവർത്തിച്ചത് അവരോട് പോയി പ്രതിഫലം ചോദിച്ചു കൊള്ളുക എന്ന് പറയുന്നതാണ്. അതുകൊണ്ട് ഈ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഹജ്ജ്, ഉംറ എല്ലാ ഇബാദത്തുകളും അള്ളാഹുവിന് വേണ്ടി മാത്രമായി നിർവഹിക്കണം. ഈ ഒരു നിയ്യത്തിൻ്റെ പ്രത്യേക ഫലം അള്ളാഹു എല്ലാവിധ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, അപകടങ്ങൾ, ദുരിതങ്ങളെ തൊട്ട് നാം എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. എങ്കിലും ഹജ്ജ് എന്നാൽ യാത്രയാണ്. പല അവസ്ഥകളുമായി ബന്ധപ്പെടേണ്ടി വരും, പലതരം ആളുകളെയും കാണേണ്ടി വരും. ഇഷ്ടപ്പെടാത്ത പല അവസ്ഥകളും സംജാതമായേക്കാം. എന്നാൽ അള്ളാഹുവിന് വേണ്ടിയാണ് ഞാനത് നിർവഹിക്കുന്നത് എന്ന ചിന്ത വന്നാൽ അതെല്ലാം ആനന്ദകരമായി മാറുന്നതാണ്, സന്തോഷകരമായി പരിണമിക്കുന്നതാണ്. വഅതിമ്മുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാളും ആത്മാർത്ഥതയുള്ള, ഉദ്ദേശശുദ്ധിയുള്ള ആരും ലോകത്തുണ്ടായിട്ടില്ല, ഉണ്ടാകുകയുമില്ല. എന്നാൽ സഹാബികൾ പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധമായ ഹജ്ജിന് പുറപ്പെട്ടപ്പോൾ ഇപ്രകാരം പറയുകയുണ്ടായി: അല്ലാഹുവേ, ഈ ഹജ്ജിനെ പേരിനും പെരുമയ്ക്കുമുള്ള ഹജ്ജാക്കരുത്, മറ്റുള്ളവരെ കാണിക്കാനും കേൾപ്പിക്കാനുമുള്ള ഹജ്ജാക്കരുത്. വഅതിമ്മുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്. ഹജ്ജും ഉംറയും അല്ലാഹുവിന് വേണ്ടി മാത്രമായി നിർവഹിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നിയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക, പ്രചരിപ്പിക്കുക. എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ. അസ്സലാമു അലൈക്കും.